ഏതോ ഒരു പയ്യൻ ഈസ്റ്ററിന് ബാക്കി ഉണ്ടായിരുന്ന ഒരു പടക്കം പൊട്ടിച്ചതിന് ഇവിടെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ കാണിച്ചു കൂട്ടിയത് കണ്ട് പ്രിയദർശൻ തന്റെ പുതിയ സിനിമയിൽ വരെ ഈ കോമഡി ആഡ് ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചെറിയൊരു കാര്യത്തിനെ വലുതാക്കി കാണിച്ച് തന്നെ കൊല്ലാൻ വന്നേ, ആക്രമിക്കാൻ വന്നേക്കേ എന്നൊക്കെ പറയുന്നത് BJP-ക്കാരുടെ ഒരു സ്ഥിരം കലാപരിപാടിയാണ്. എന്തെങ്കിലും പ്രതിഷേധം വന്നാലും ആ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ എന്റെ ജീവൻ രക്ഷിച്ചു എന്നൊക്കെ കുമ്മനം രാജശേഖരൻ ഇടക്കിടയ്ക്ക് പറയുന്നത് നമ്മൾ മറക്കാൻ സാധ്യതയില്ല. വീരവാദം അടിക്കാൻ മാത്രമല്ല ഇതൊക്കെ കാണിക്കുന്നത്, BJP-യുടെ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് കൂടി കിട്ടാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. കേരളത്തിൽ സമാധാനത്തോടെയാണ് പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കാണിച്ച് നോർത്തിൽ ഇതിന്റെ പേരിൽ ഫണ്ട് പിരിച്ച് ഇന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഒരു പൊറാട്ട് നാടകമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനിലൂടെ. സംഗതി ഇപ്പോൾ തന്നെ നാട്ടിൽ പാട്ടാണ്. ശോഭയ്ക്ക് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയുമായിരിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ പദവി കിട്ടാതെ വന്നപ്പോൾ തീർത്തും നിരാശയിലായ ശോഭയെ BJP-യിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ അല്ലറ ചില്ലറ തരികിട വേലകൾ കാണിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇതുപോലെ പല പടക്കങ്ങളും ഇനിയും വീഴും, അത് സ്വാഭാവികം മാത്രം. അയൽവാസിയുടെ സുഹൃത്തുക്കൾ പൊട്ടിച്ച പടക്കം സ്ഫോടനമായി ചിത്രീകരിച്ചിരിക്കുകയാണ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ്. പോലീസ് അന്വേഷണത്തിൽ പൊട്ടിയത് വെറും 35 രൂപ കൊടുത്ത് വാങ്ങിയ ഒരു ഗുണ്ടാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി 10:45 അയ്യന്തോളിലെ വീടിന് സമീപത്ത് വെച്ച് ഉഗ്ര സ്ഫോടനം ഉണ്ടായി എന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ അവകാശവാദം. വാർത്ത അറിഞ്ഞ് വീട്ടിലെത്തിയ മാധ്യമങ്ങളോട് ഒരു പടി കൂടി കടന്ന് അക്രമകാരികൾ വന്ന വാഹനത്തെ കുറിച്ചും ശോഭാ സുരേന്ദ്രൻ വാചാലയാവുകയായിരുന്നു. തന്നെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശനിയാഴ്ച പോലീസ് വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് സംഗതി പുറത്തു വരുന്നത്. നടന്നത് സ്ഫോടനവും ഒരു കുന്തവുമല്ല, മറിച്ച് അയൽവാസിയുടെ സുഹൃത്തുക്കൾ പടക്കം പൊട്ടിച്ചതായിരുന്നു. പൊട്ടിച്ചത് വെറും 35 രൂപ വിലയുള്ള ഗുണ്ടാണ് എന്നും തന്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് വീട്ടിൽ വെച്ച് പടക്കം പൊട്ടിച്ചത് എന്ന് അയൽവാസി കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് തന്നെ BJP-യുടെ ഒരു നിലവാരം വ്യക്തമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്.